അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നിഷ്ഭയ കമ്മിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏറെ പ്രിയപ്പെട്ട ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സീരിയലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സീരിയലിൻ്റെ പേര് പ്രേമം എന്നാണ്. അപ്പോൾ അതിലെ കഥകളും കഥാപാത്രങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ആ ലൈക്ക് അടിക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് എത്രാമത്തെ ഭാഗമാണ് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ പ്രേമം അധ്യായം 390 ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ കഥകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് കേൾക്കാം. അധ്യായം 390. ഡോളറെ ഉടൻ കണ്ടെത്തണം. അശ്വിൻ്റെ യഥാർത്ഥ പിതാവ് സിദ്ധാർത്ഥ് തന്നെയാണോ എന്നുള്ളത് നീലിമ ഒരിക്കൽ കൂടി ചിന്തിച്ചു. ശേഷം അവൾക്ക് അങ്ങനെ ആയിരിക്കാൻ തന്നെ ഒരു സാധ്യതയും ഇല്ല എന്ന് ഉള്ളപ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അശ്വിൻ സിദ്ധാർത്ഥിൻ്റെ യഥാർത്ഥ മകനാണോ എന്നുള്ളത് തോന്നുന്നുണ്ടായിരുന്നു. അതൊരു പക്ഷേ അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചുകൊണ്ട് തന്നെ ഒരു തോന്നലായിരിക്കണം എന്ന് കരുതി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ ചിന്ത അവൾക്കിടയ്ക്ക് അവളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. അവളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നതില്ല. സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അശ്വിൻ നല്ല ക്ഷീണത്തിലായിരുന്നത് കൊണ്ട് തന്നെ ഉണർന്നില്ല. നീലിമ അവൻ്റെ അരികിൽ തന്നെ ഇരുന്നു. അവൾക്ക് അവൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ അശ്വിൻ എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ തന്നെ ആരോടും ഒന്നും പറയാറില്ല. അവൻ തന്നോട് പോലും സങ്കടങ്ങളെല്ലാം മറച്ചു വെക്കാനാണ് ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കുഞ്ഞിനെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. സിദ്ധാർത്ഥിൻ്റെ ഭാര്യ ആയതിനു ശേഷമാണ് സ്വസ്ഥത എന്താണെന്നുള്ളത് അറിയുന്നത് പോലും. അത്തരത്തിൽ ഒരു ദാമ്പത്യം സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയിലാണ് അശ്വിൻ ബോധരഹിതനാവുന്നത്. അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവൾക്ക് ഇപ്പോഴും വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. എങ്കിലും നീ അവനെ സങ്കടപ്പെടുത്തിയത് കൊണ്ടാണ് അന്ന് ബേസ്കറ്റിൽ കയറി ഒളിച്ചതെന്ന് മാത്രം. അവളുടെ ദേഷ്യം മുഴുവനും ഗീതയോട് മാത്രമായിരുന്നു. ഒന്നും പറയാതെ തന്നെ അശ്വിനെ നോക്കിക്കൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവൾക്ക് വല്ലാതെ വേദന തോന്നിയെങ്കിലും അശ്വിൻ അവളോട് കളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ഒരു ദിവസം നീലിമ അവനിക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്ത് വന്നു. അവൻ ബോധം കിട്ടി ഹോസ്പിറ്റൽ മുറിയിൽ കിടക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ അവൾ ഡോക്ടറെ കരഞ്ഞു വിളിച്ചു. അവളുടെ കരച്ചിൽ കേട്ട് ഡോക്ടർ ഓടിയെത്തി. അശ്വിനെ അവിടെ നിന്നും പരിശോധിക്കാനായി മറ്റൊരു റൂമിലേക്ക് മാറ്റി. പിന്നീട് അവൻ ഉടനെ സർജറി വേണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് കൂടെ ഉണ്ടായിരുന്നു. അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അവൾ തളർന്നു പോവാതെ പിടിച്ചു നിന്നത്. സിദ്ധാർത്ഥിൻ്റെ അരികിൽ നിന്ന് നീലിമ കരയാൻ തുടങ്ങി. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. എങ്കിലും അവൾ മാറി നിൽക്കാൻ തന്നെ ശ്രമിച്ചു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ നിറഞ്ഞൊഴുങ്ങി. അത് സിദ്ധാർത്ഥിനെ വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ മോൻ എന്ത് തെറ്റ് ചെയ്തത്? അവൻ മാത്രം എന്താ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? എനിക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. എൻ്റെ ദൈവമേ! നീലിമ നിലവിളിക്കാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ ഉച്ചത്തിലായിരുന്നു. സിദ്ധാർത്ഥ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, നീ കരയാതിരിക്കെ, ഞാൻ ഇതെല്ലാം ശരിയാക്കും. അവനെ യാതൊന്നും സംഭവിക്കില്ല. അവനെ ഞാൻ തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ല. അതൊന്ന് വിശ്വസിക്കും പ്ലീസ്. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അത് കണ്ടു നിൽപ്പോൾ അവൻ്റെ നെഞ്ചിൽ വേദനിച്ചു. അവൻ 2 കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ച്
ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സ്വന്തം കുഞ്ഞിനോടുള്ളതിനേക്കാളും സ്നേഹം ആ കുഞ്ഞിനോട് തോന്നുന്നുണ്ടായിരുന്നു. തൻ്റെ സ്വന്തം മകൻ ഹോസ്പിറ്റലിൽ കിടന്നാൽ എത്ര വേദനിക്കുമോ അത്രത്തോളം വേദന സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നോ? അത് എന്തുകൊണ്ടാണ് തനിക്ക് അത്രയും വേദന അനുഭവപ്പെടുന്നത് കൊണ്ടെന്ന് അവന് വ്യക്തമായി മനസ്സിലായില്ല. എങ്കിലും താൻ അശ്വിനെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം അവൻ മനസ്സിൽ കരുതി. അശ്വിൻ്റെ പ്രായവും 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രാത്രിയും പെട്ടെന്ന് ഓർമ്മയിൽ വന്നു. അവനപ്പോൾ നീലിമയുടെ കുഞ്ഞിൻ്റെ പിതാവ് ഞാൻ തന്നെ ആയിരിക്കുമെന്ന് സംശയിച്ചു. അത് ഒരു പക്ഷെ നീലിമയോട് ചോദിക്കാൻ തന്നെ തയ്യാറായിരുന്നില്ല. അവന് വല്ലാത്ത ഭയമായിരുന്നു. അവളോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ അവൾക്ക് ഭയമായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പേ തനിക്ക് സംഭവിച്ച കാര്യങ്ങളെന്ന അപമര്യാദ എന്നോ അവൻ അത് ചിന്തിച്ചു നോക്കി. അത് നീലിമമായിരുന്നെങ്കിൽ അശ്വിൻ തൻ്റെ മകൻ ആകുമായിരുന്നു എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു. അവൻ്റെ മനസ്സിൽ അപ്പോഴെല്ലാം അശ്വിൻ്റെ മുഖം ഉണ്ടായിരുന്നു. നീലിമയെ അവൻ ചേർത്തി പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു. എങ്കിലും അവനെ മുറിയിലേക്ക് മാറ്റിയതില്ല. ഡോക്ടറെ കണ്ടതോടെ വെച്ച് ഡോക്ടറോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ തന്നെ ഭയം തോന്നി. അയാളുടെ മകന് എന്തെങ്കിലും വല്ലതും സംഭവിച്ചാൽ അവൾക്ക് എന്തെങ്കിലും ഇതാവുമെന്ന് വ്യക്തമായിരുന്നു. കുഞ്ഞിനെ ബോധം തെളിഞ്ഞതുമില്ല. അതുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന കാത്തിരിപ്പായിരുന്നു വലിയ പ്രയാസം തന്നെ. നീലിമ നിസ്സഹായായി ബെഞ്ചിൽ ചുരുണ്ടുകൂടി ഇരുന്നു. അവളുടെ ഉള്ളിലുള്ള ഉത്കണ്ഠവും ഭയവും അവൾക്ക് പറഞ്ഞറിയിക്കാൻ തന്നെ സാധിച്ചില്ല. അപ്പോഴെല്ലാം സിദ്ധാർത്ഥിൻ്റെ അരികിൽ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സ് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് സിദ്ധാർത്ഥ ആശ്വസിപ്പിക്കാൻ നിന്നു. നീ പേടിക്കണ്ട, അവന് സുഖമാവും. എന്ത് സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിങ്ങളുടെ അരികിൽ ഉണ്ടാകും. അത് എപ്പോഴും പറയാറുള്ള വാക്കുകളായിരുന്നെങ്കിലും ഇത്തവണ നീലിമയ്ക്ക് അത് കുറച്ച് ധൈര്യം നൽകി. അവൾ നന്ദിയോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഈ സമയം ഒരു ഡോക്ടർ പതിയെ പുറത്തേക്ക് നടന്നു. അശ്വിൻ്റെ സർജറി പൂർത്തിയാക്കിയതിനു ശേഷം ഡോക്ടർ പതിയെ നടന്നു. അശ്വിൻ്റെ ഒരു സുഹൃത്ത് തന്നെയായിരുന്നു. അയാൾ അവന് വേണ്ടി മാത്രമാണ് വിദേശത്ത് നിന്ന് ഇടയ്ക്ക് വന്നത്. അശ്വിൻ്റെ സർജറിക്ക് വേണ്ടി മാത്രമാണ് അയാൾ വിദേശത്ത് നിന്നും ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ആ സർജറി അയാൾക്ക് അറ്റൻഡ് ചെയ്യാനും സാധിച്ചു. ആ അവസ്ഥയും പരിശോധിച്ച ശേഷം മാത്രമാണ് പുറത്തേക്ക് ഡോക്ടർ വന്നത്. അറിയപ്പെടുന്ന ഡോക്ടർ ചരിചന്ദ്ര ഇവിടെ ചികിത്സക്കായി വന്നതൊക്കെയാണെന്ന് മനസ്സിലായി. വളരെ ഫേമസ് ആയ ഡോക്ടറാണ് ചരിചന്ദ്ര. അയാളുടെ പ്രഗത്ഭ ചികിത്സയൊക്കെ പുറലോകവുമായി ബന്ധപ്പെട്ടിരുന്നു. അത്രയധികം അറിയപ്പെടുന്ന ഒരാൾ അശ്വിൻ്റെ ചികിത്സ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് തന്നെ നീലിമയ്ക്ക് ആശ്വാസം തോന്നി. സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ ഡോക്ടർ അവരുടെ അരികിലേക്ക് വന്ന് പറഞ്ഞു, നമ്മൾ വിചാരിച്ച എത്ര എളുപ്പമല്ല കാര്യങ്ങൾ. നിങ്ങൾക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. അതായത് അശ്വിനെ മാറ്റി വെക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ കഴിയണം. എന്നാൽ മാത്രമേ കുഞ്ഞിന് ഭേദമാവുകയുള്ളൂ. ഇനി അതിന് അധികം സമയമില്ല, ഡോക്ടർ പറഞ്ഞു. അത് കേട്ടപ്പോൾ നീലിമയും സിദ്ധാർത്ഥ് നെട്ടി. മറ്റൊരു മാർഗവുമില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. മറ്റൊരു മാർഗവുമില്ലെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു പോയതാണ് സിദ്ധാർത്ഥ്. നീലിമ അതുപോലും ചോദിച്ചില്ല. അവളുടെ കൈയും കാലുമെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് സംസാരിക്കാൻ പോലും സാധിച്ചില്ല. അവൾ അശ്വിൻ്റെ കാര്യത്തിൽ വളരെയധികം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥെ അവളുടെ കൈ പിടിച്ചിരുന്നു. അവളുടെ കൈകളിലും അവൻ്റെ കൈകളിൽ ഇത് പടർന്നിരുന്നു. പെട്ടെന്ന് പേടി തോന്നി. ഡോക്ടർ പറഞ്ഞു,
ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു മാർഗവും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു പൊൻവഴിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതല്ലാതെ മറ്റൊരു മാർഗമുണ്ടോയെന്ന് ചോദിക്കരുത്, അയാൾ പറഞ്ഞു. അപ്പോൾ നീലിമ അയാളെ നോക്കി. ഇപ്പോൾ എങ്ങനെയുണ്ട് അവൾക്ക്? ഞാൻ കയറി കണ്ടോട്ടെ? അവൾ ചോദിച്ചത് കേട്ട് ഡോക്ടർ ശരത് ചന്ദ്രൻ പറഞ്ഞു. ആയിട്ടില്ല, ബോധം വരട്ടെ, എന്നിട്ട് കണ്ടാൽ മതി. അവനിപ്പോൾ കുറച്ച് വിശ്രമമാണ് ആവശ്യം. നീലിമ തലയാട്ടി. പക്ഷേ മറ്റൊന്നും പറയാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നോക്ക്, നമുക്ക് സമയം അധികമില്ല. ആ കുഞ്ഞിൻ്റെ ജീവൻ അത്രത്തോളം അപകടത്തിലാണ്. മഞ്ചമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉടനെ നടത്തണം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബോധം പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അയാൾ ചോദിച്ചു. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്ന മട്ടിൽ നീലിമ തലയാക്കുകയും ചെയ്തു. സിദ്ധാർത്ഥിൻ്റെ മുഖത്തെ പക്ഷേ കോപം, ദയയും എല്ലാമേ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച ഡോക്ടർ പറഞ്ഞു, സിദ്ധാർത്ഥ്, നമുക്ക് കുട്ടിയുടെ പിതാവിനെ തന്നെ വേണം എന്നില്ല. DNA മാച്ചാവുന്ന ഏതെങ്കിലും ഒരാളുടെ മനസ്സായാലും മതി. തൽക്കാലം അതൊരു രക്ഷയാണ്. എന്നാൽ അത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അശ്വിൻ ഒരു ലെയർ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഡോക്ടർ അത് പറഞ്ഞതെങ്കിലും സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് വല്ലാതൊരു ദയനീയത തന്നെ പ്രത്യക്ഷമായി. മോൻ ചേരുന്ന ബ്ലഡ് ഗ്രൂപ്പ് തിരയാൻ വേണ്ടി ഒരുപാട് ആളുകളെ നിരോധിച്ചിരുന്നു. ഒരുപാട് ആളുകൾക്ക് തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഉള്ളവരാരും അത് കൊടുക്കാൻ തന്നെ തയ്യാറുമായിരുന്നില്ല. സിദ്ധാർത്ഥിൻ്റെ നിസ്സഹായത കണ്ടുകൊണ്ട് വീണ്ടും പറഞ്ഞു, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഡോളറെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും കുട്ടി അല്പം വിശ്രമിക്കട്ടെ, ഞാൻ എൻ്റെ മുറിയിൽ കാണും. അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്നും പോയി. സർജറി ചെയ്തതിൻ്റെ ക്ഷീണം അയാളുടെ മുഖത്ത് ഒരുപാടുണ്ടായിരുന്നു. നീലിമ ഒന്നും പറയാതെ തന്നെ ഡോക്ടർ പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരമാണ് അശ്വിനെ വൈകുന്നേരം മുറിയിലേക്ക് മാറ്റിയത്. ബോധം തെളിയാതെ തന്നെ കിടന്നത്. ഇനിയും അവനോട് സത്യം പറയാതെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ള മട്ടത്തിലായി അവർ. അത് തന്നെ അശ്വിനോട് വെളിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പ് അവരെടുത്തു. ഉടനെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അവർ കരുതി. മാത്രമല്ല, സ്കൂളിൽ പോകാൻ കഴിയാത്തതിൻ്റെ കാരണം അവൻ അന്വേഷിക്കാൻ ഇടയുണ്ട്. മുൻകൂട്ടി ആലോചിച്ചുകൊണ്ട് തന്നെ എല്ലാം പറയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ രണ്ടുപേരും സ്വസ്ഥത കിട്ടിയില്ല. അശ്വിൻ്റെ പിതാവിനെ അന്വേഷിക്കാൻ മനുഷ്യനെ അയച്ചിരുന്നുവെങ്കിലും കാര്യമായ തെളിവുകളൊന്നും സിദ്ധാർത്ഥിന് കഴിഞ്ഞിട്ടേയില്ല. അതിൻ്റെ കാര്യമൊന്നും നീലിമയോട് പറഞ്ഞിട്ടില്ല. തൻ്റെ ജോലികൾ മാറ്റിവെച്ച് അവൻ അശ്വിനു വേണ്ടി സമയം മാറ്റിവെച്ചത് അവൻ തൻ്റെ മകനു ആണെന്നുള്ള തോന്നലുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. എന്നിട്ടും അവന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഓർത്തപ്പോൾ മനസ്സ് വല്ലാതെ വിഷമിച്ചു. തൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് പോലും അശ്വിനെ ചികിത്സിക്കാൻ കഴിയുന്നില്ല എന്ന് അവൻ്റെ മനസ്സ് വേദനിപ്പിച്ചു. സിദ്ധു ഒന്നും പറയാതെ തന്നെ നീലിമയെ നോക്കിക്കൊണ്ടേയിരുന്നു. അവൻ്റെ പ്രയാസങ്ങളൊന്നും നീലിമയോട് അവൻ പറഞ്ഞതേയില്ല. ഇതൊന്നും താങ്ങാനുള്ള കരുത്ത് അവൻക്ക് ഇല്ല എന്നുള്ളത് അവൻക്കറിയാമായിരുന്നു. അവനൊന്നും പറയാതെ മിണ്ടാതെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അശ്വിൻ കണ്ണു തുറക്കുന്നത്. വലിയൊരു കെട്ടുണ്ടായിരുന്ന തന്നെ തനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ആ കുഞ്ഞിന് തന്നെ തോന്നി. ഒരു പക്ഷേ അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അതിനെക്കുറിച്ച് അന്വേഷിച്ചതേയില്ല. അമ്മയുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ വേദന തോന്നി. അമ്മ, എന്തു പറ്റി? എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ വളരെ ഹാപ്പിയാണല്ലോ. അശ്വിൻ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവൾ കാണാതെ തുടച്ചു കളഞ്ഞു. അപ്പോൾ അശ്വിൻ സിദ്ധാർത്ഥിനോട് നോക്കി പറഞ്ഞു, ഡാഡി, എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് ഈ അമ്മയോട് പറഞ്ഞു കൊടുക്കേ.
നിങ്ങളുടെയൊക്കെ നോട്ടം കണ്ടാൽ തോന്നുമല്ലോ ഞാൻ ഇപ്പോൾ മരിച്ചു പോകുന്നേ. അവളുടെ വാക്കുകൾ കേട്ട് നീലിമയ്ക്ക് കരിച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചു. പക്ഷേ അശ്വിൻ അവളെ തടഞ്ഞു. അശ്വിൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു? ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ അങ്ങനെ എൻ്റെ അമ്മയെ വിട്ടിട്ട് പോകുമോ? എനിക്ക് വല്ലാതെ വിശക്കുന്നു. നീലിമയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ മാറ്റാൻ വേണ്ടിയാണ് അശ്വിൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നീലിമ അവൻ്റെ വിശപ്പിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു. എനിക്കിപ്പോൾ ആപ്പിൾ മാത്രം നിനക്കിപ്പോൾ ആപ്പിൾ മാത്രം മതി എന്നവൻ തലയാട്ടി. അപ്പോൾ നീലിമ അരികിലുള്ള പാത്രത്തിൽ നിന്നും ആപ്പിൾ എടുത്ത് കഷ്ണമാക്കി മുറിച്ചു കൊടുത്തു. അവന് വിശപ്പുണ്ടെന്ന് പറഞ്ഞു വെറുതെ ആയിരുന്നില്ല. സർജറി കഴിഞ്ഞത് കൊണ്ട് തന്നെ കാര്യമായ ഫുഡൊന്നും അവൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ആപ്പിൾ മുഴുവനും കഴിച്ചു. സർജറി കഴിഞ്ഞ ഭാഗത്ത് തലയിലുമെല്ലാം വല്ലാത്ത വേദന തോന്നുമെങ്കിലും അവൻ്റെ മുഖം ക്ഷീണിച്ച അവൻ്റെ മുഖം അവൻ ആകെ ക്ഷീണിതനായിരുന്നു. അത് എത്ര പെട്ടെന്നാണ് ഇവൻ രോഗിയായി തീർന്നത് എന്ന് നീലിമ ആലോചിച്ചു. അശ്വിന് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായിരുന്നു. തൻ്റെ അമ്മ തന്നോട് എന്തോ മറക്കുന്നുണ്ടെന്നും തനിക്ക് കാര്യമായി എന്തോ അസുഖമുണ്ടെന്നും അതുകൊണ്ട് മാത്രമാണ് സ്കൂളിലേക്ക് വിടാതിരിക്കുന്നത് എന്നും ഇപ്പോൾ താൻ തല കറങ്ങി വീണത് എന്നും അതിൻ്റെ ഭാഗമാണ് എന്നുള്ളതും ആ കുഞ്ഞു മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അസുഖം എന്താണെന്ന് മാത്രം അവന് ഒരു പിടുത്തവും കിട്ടിയില്ല. എങ്കിലും കാര്യമായ എന്തോ ശരീരത്തിന് ഉണ്ടെന്ന് അവന് സ്വയം തോന്നി തുടങ്ങി. അവൻ അമ്മയും അച്ഛനെയും നോക്കി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.